ഇപ്പൊ പുരുഷന്മാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്തേക്ക് വരാനായിട്ട് കുറച്ച് മടി ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയുള്ളവരെ എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് കൺവിൻസ് ചെയ്യുക? പക്ഷെ പണ്ടത്തെക്കാട്ടിയും വളരെ ഓപ്പൺ അപ്പ് ചെയ്ത് മെയിൽ പാർട്ട്നേഴ്സ് സംസാരിക്കാറുണ്ട്. ഒരു സെമൻ അനാലിസിസ് ഏതെങ്കിലും ഒരു ലാബ് ചെക്ക് ചെയ്തിട്ടേ ഡോക്ടർ ഇത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇതിലെല്ലാം പ്രശ്നമുണ്ടോ, ഞാൻ കഴിഞ്ഞ മാസം ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ആയിരുന്നു, ഈ മാസം ഇങ്ങനെയാണ്, ഇതെന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ ചോദിച്ച് ഒത്തിരി പേര് വരാറുണ്ട്. പണ്ടത്തെക്കാട്ടിയും വളരെ അവയർനെസ് കൂടുതലാണ്. ആണുങ്ങൾക്കും ഈക്വലായിട്ട് പെണ്ണുങ്ങളെ പോലെ വന്ധ്യതാ പ്രശ്നം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതില്ലാന്നില്ല. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, അതായത് സ്ത്രീകൾക്കും പുരുഷനും ഒരുപോലെ ഇത്തരത്തിലുള്ള ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടോ, അതോ സ്ത്രീകൾക്കാണോ കൂടുതൽ? ഏജ് റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു 25 to 30 വരെ, ഒരു അറൌണ്ട് 35 വരെ ഇത് കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഒരു 40 years കഴിയുമ്പോൾ ആണുങ്ങൾക്കും ഹോർമോൺ ചേഞ്ചസ് വരും, ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് കുറയും, സെക്ഷൽ ആക്ടിവിറ്റിയിൽ വ്യത്യാസം വരും, അപ്പം കൗണ്ടിലും ചെറിയ വ്യത്യാസം വരാം, വോളിയത്തിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇല്ലാന്നല്ല, പക്ഷേ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ ഈ ഏജ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കുറവാണ്. ഏജ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കൂടുതൽ പെണ്ണുങ്ങൾക്കാണ്. കാരണം പെണ്ണുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഉള്ള അണ്ടങ്ങളേ ഉള്ളൂ. ആണുങ്ങൾക്ക് എവറി 72 days സ്പെർമറ്റോജെനസിസ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു.